بسم الله الرحمن الرحيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون മുഅ്മിനീങ്ങളോട് പറയണം നബിയേ, പുരുഷന്മാരോട് തൊട്ടടുത്ത് പിന്നെ പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്. നോക്കാൻ ഉഷാർ പുരുഷന്മാരെന്ന മുഫസ്സിരീങ്ങൾ പറയാ. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാൻ ഏറ്റവും വലിയ ടെൻഡൻസി കാണിക്കുന്നത് പുരുഷ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ ശരീരത്തിന്റെ ഭംഗി കാണിച്ചുകൊണ്ട് ആർഭാടം കാണിക്കാനും ഇതിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കാനും പണിയെടുക്കുന്നത് പെണ്ണുങ്ങളുമാണ്. വകുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണം നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരവരുടെ കണ്ണുകൾ ചിമ്മണമെന്നും വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ഫർജുകൾ സൂക്ഷിക്കണമെന്നും വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ ഭംഗി അവർ വെളിവാക്കരുതെന്നും പെണ്ണുങ്ങളോട് പറയണം. പുരുഷന്മാരോട് കണ്ണു ചിമ്മണമെന്നും ഫർജ് സൂക്ഷിക്കണമെന്നും പറയണം. പെണ്ണുങ്ങളൊരു കാര്യം കൂടെ ഏറെയുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന, അവര് സീനത്ത് ഒഴിവാക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് വഴിയിൽ നമ്മൾ വിശദമായിട്ട് ആ വിഷയങ്ങൾ പഠിക്കാം. ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്, പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന ബിഅദ്മി ഇബ്ദാഇസ് സീന, നിങ്ങൾ ഭംഗി വെളിവാക്കരുത്. നിങ്ങളുടെ സൗന്ദര്യം അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ളതല്ല. അത് വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ. പുരുഷന്മാരോടോ കണ്ണു ചിമ്മണം. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞ പോലെ ഹിജാബിൽ ജീവിക്കുകയും നമ്മുടെ പുരുഷന്മാർ കണ്ണു ചിമ്മി നടക്കുകയുമാണെങ്കിൽ, ഹറാമിലേക്ക് നോക്കാതിരിക്കുകയുമാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകളൊക്കെ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന രീതിയിലേക്ക് മുഅ്മിനീങ്ങളുടെ നിലയെ അല്ലാഹു ഉയർത്തിത്തരുമായിരുന്നു. ഹൻളല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതല്ലേ, നാഫക ഹൻളല, നബിയേ ഹൻളല മുനാഫിഖായി പോയി, നബിയേ ഹൻളല മുനാഫിഖായി പോയി എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ട് പോയത് എന്താണ്? ഹൻളല തങ്ങളെ പറയുന്നത് മുനാഫിഖായെന്നോ? അതേ, മുനാഫിഖായി. എന്തേ പറഞ്ഞു? നബിയെ, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ഞങ്ങൾക്ക് സ്വർഗവും നരകവും ഇങ്ങനെ പറഞ്ഞു തരുമ്പോ സ്വർഗവും നരകവും കണ്ണിലിങ്ങനെ കാണുന്ന പോലെ. പക്ഷേ നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നബിയെ ആ രീതിയിൽ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ കൃഷിയുടെ ചിന്തയാണ്. അപ്പൊ സ്വർഗവും നരകവും ഓർക്കുന്നില്ല. അപ്പൊ കൃഷിയെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹൻളല, ആ നേരവും നിങ്ങൾ അല്ലാഹുവിനെ ലൗ കുൻതും കമാ ഖുൽതും, ഈ പറഞ്ഞ പോലെ നിങ്ങൾ മുഴുവൻ സമയവും അല്ലാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹുവെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ലസാഫഹതുൽ മലായികതു ബിത്തുർഖി, നിങ്ങൾ പോകുന്ന വഴിയോരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. ഹൻളല, വലാകിന്നഹാ സാഅത്തുൻ വസാഅ, പക്ഷേ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾക്ക് ചില സമയങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഹൻളല, അത് ശരിയാണ്. അല്ലാഹുവിന്റെ ഈ ബോധത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ മലക്കുകളുടെ മുസാഫഹത്ത് വരെ വരുന്നു. അല്ലാഹു നമ്മൾക്ക് ഉയർത്തിത്തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. പുരുഷന്മാരോട് കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളോട് ബിഅദ്മി ഇബ്ദാഇസ് ദീന, അവർ ഭംഗി വെളിവാക്കരുത്. അല്ലാഹുവിന്റെ ആജ്ഞയാണ്. അസ്സാനിയതു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന പുരുഷനും എന്ന് പറയാനുണ്ടായ കാരണം വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാനും അത് പ്രേരിപ്പിക്കാനും ഏറ്റവും വലിയ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് പെണ്ണുങ്ങളാണ്. നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ തലമുറയിലെ നമ്മുടെ സമൂഹത്തിലെ യുവതികളും യുവാക്കളും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഏറ്റവും കൂടുതൽ ആര്? പെണ്ണുങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇനിംറഅത്തുൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തസയ്യനത്, ശരീരം ഭംഗിയാക്കി, വളരെ ഭംഗിയായി, വതഅഫറത്, സുഗന്ധം പൂശി, അത്തറ പൂശിയിട്ടെങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ ശാപം ആ പെണ്ണിന് വരുമെന്ന് മാത്രമല്ല, പിശാചുക്കൾ അവരുടെ പിറകിൽ നിന്നുകൊണ്ട് അവരെ യർഫഊന റായാതിഹിം, ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ വേണമെങ്കിൽ ഈ പെണ്ണിന്റെ പിന്നിൽ ഞങ്ങളുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി
അത്ര പൂശിപ്പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം അവർക്കുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊതുനിരത്തുകളാണ് മനുഷ്യനെ അള്ളാഹു ഇത്രത്തോളം കടുത്ത രീതിയിൽ പരീക്ഷിക്കുന്നത് സ്വർഗം പോലെയുള്ള വലിയൊരു പ്രതിഫലം അവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുള്ള ത്യാഗമാണിത്. അത് പെണ്ണിനും കിട്ടണം ആ സ്വർഗം ആണിനും കിട്ടണം. അല്ലാഹു നമുക്കൊക്കെ അത് നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിന്റെ വിഷയം അങ്ങനെയാണ്. ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. നമ്മളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ഹദീസിൽ പറയുന്നത്. സ്വർഗം കിട്ടണമെങ്കിൽ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, കുറച്ച് വെറുപ്പുള്ള സംഗതി, ഡിസ്ലൈക്ഡ് ആക്ട്സ് ബട്ട് ഗുഡ് ഡീഡ്സ്, നല്ല സൽക്കർമ്മങ്ങളാണ് പക്ഷെ അത് ചെയ്യാൻ പ്രയാസമാണ്. അങ്ങനത്തെ വിഷയങ്ങൾ ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ. നരകത്തെ അല്ലാഹു പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഹൽഫയർ ഈസ് റീച്ച്ഡ് ബൈ ഡിസയേഴ്സ് ബിൽ മകാരിഹ് ബിൽ ശഹവാത്ത്. ശരീരത്തിന് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്താൽ നരകത്തേക്ക് പോകാൻ എളുപ്പമാണ്. നരകത്തിന്റെ വഴി അതാണ്. നരകത്തിന്റെ മുകളിൽ അല്ലാഹു വെച്ചിട്ടുള്ളത് ഷഹവാത്താണ്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. തോന്നുന്നു, അത് കാണുമ്പോൾ അങ്ങനെ തോന്നി, ഇത് കേട്ടപ്പോൾ ഇങ്ങനെ തോന്നി, അതൊക്കെ ചെയ്തു. ഇത് ചെയ്താൽ നരകത്തിന്റെ വഴി നമ്മളിങ്ങനെ വഴിമാറ്റുകയാണ് അങ്ങോട്ട് പോകാൻ. സ്വർഗാണെങ്കിലോ ബിൽ മക്കായ്, കുറച്ചിടങ്ങേറുള്ള സംഗതിയാണ്. വെറുപ്പ് തോന്നുന്നു, പ്രയാസം തോന്നുന്നു, അതൊക്കെ സ്വർഗത്തിന്റെ വഴികളിൽ സർവ്വസാധാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത്ര കച്ചവടക്കാരൊക്കെ കുടുങ്ങിപ്പോകില്ലേ? പുരുഷന്മാർക്ക് അവർ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിച്ചോട്ടെ, സ്ത്രീകളത് ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ നിയമമാണ്. ഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വീടിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഭരണം ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്ന കുടുംബത്തിന്റെ ആണിക്കല്ലായ പെണ്ണെ, നീ വീടിന്റെ ഉള്ളിൽ ഭരിക്കേണ്ടവളാണ്. വീടിന്റെ ഉള്ളിൽ നിന്റെ മക്കളെ നോക്കി വളർത്തേണ്ടവർ, അവർക്ക് നീ ഉപദേശം കൊടുക്കേണ്ടവർ, അവർക്ക് നിന്റെ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. നിന്റെ സംരക്ഷണവും നിന്റെ മുഴുവൻ നേരത്തെ ഖൈറും അവർക്ക് നീ കൊടുക്കണം. നീ പുറത്തിറങ്ങിയ നിന്റെ മക്കൾ ആരാ നോക്കുക? അവരെ വേലക്കാരെ വളർത്തിയാൽ നീ വളർത്തുന്ന പോലെ ആവുമോ? അവരെ വളർത്തേണ്ടത് നീയാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങി എമ്പാടും അത്ര പൂശിയിട്ടും അല്ലാതെയും പുറത്തിറങ്ങി വിഹരിച്ചിരുന്നു. അത് ജാഹിലിയ്യത്തിൽ ഊല, ഒന്നാം ഘട്ട ജാഹിലിയ്യത്ത് എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ നിങ്ങളിനി പുറത്തിറങ്ങൽ